മോർണിംഗാ. നമ്മൾ മോർണിംഗ് തന്നെ 3 o'clock ഇതൊക്കെ കേൾക്കുമോ ഞാൻ പറയുന്നത്? ഇല്ലല്ലോ. 3 o'clock തള്ളാൻ നേരം വെളുത്തു. പിന്നെ വേണ്ട, ചുമ്മാ വീഡിയോ എടുക്കുക. ഹലോ, ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. അങ്ങനെ ഞാനും മിലിയും കൂടെ ഈ രാവിലെ 3 മണിക്കല്ല 6 മണിയായി നമ്മൾ റെഡിയായപ്പോഴേക്ക് നമ്മൾ ഈ 6 മണിക്ക് പോകുന്നത് നമ്മുടെ KR മാർക്കറ്റ്. ബാംഗ്ലൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ ഫ്ലവർ മാർക്കറ്റാണ്. ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോൾസെയിൽ ഫ്ലവർ മാർക്കറ്റാണ് കൃഷ്ണ രാജേന്ദ്ര മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സിറ്റി മാർക്കറ്റ് എന്നും പറയും. അങ്ങനെ ഞാനും മിലിയും കൂടെ മോർണിംഗ് തന്നെ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 o'clock പക്ഷേ 2 o'clock ആക്ച്വലി പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഈ 2 to 5, 6 എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ പൂ മേടിക്കാൻ വരുന്ന ടൈം. പക്ഷെ നമ്മളെപ്പോലെ മാർക്കറ്റ് ജസ്റ്റ് കാണാൻ പോകുന്നവരാണെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം പോകുന്നതാണ് നല്ലത്. അതാവുമ്പോൾ ലൈറ്റും വരും, നമുക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റും, നമുക്ക് ആവശ്യമുള്ള പൂ നമുക്ക് നോക്കി മേടിക്കാനും പറ്റും. പക്ഷെ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാനും മിലിയും ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമുക്ക് വേണ്ടത് റോസായിരുന്നു, അതാണെങ്കിൽ ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് ജമന്തിയും ഹാരവും മുല്ലയും ഇതെല്ലാം ഹോൾസെയിലായിട്ട് മേടിക്കാൻ വന്നേക്കുന്ന ഡീലേഴ്സും ഒക്കെ ആയിട്ട് അവിടെ കൂടെ നടക്കാൻ പോലും സ്ഥലമില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്തായാലും വണ്ടി തട്ടും. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൂരെ നിന്ന് അപ്പുറത്ത് റോസിൻ്റെ സെക്ഷൻ കണ്ടത്. അങ്ങനെ അവിടെ ഒരാൾക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയല്ല, തൊട്ടടുത്ത സെക്ഷനിലോട്ട് നടക്കണം എന്ന്. അങ്ങനെ ഞാനും മിലിയും കൂടെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയി റോസ് കണ്ടപ്പോൾ തന്നെ 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ റോസ് മേടിക്കാൻ നിന്നില്ല, കാരണം മാർക്കറ്റ് തുടങ്ങുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് റോസിന് ഒരു ബഞ്ചിന് 150 ഒക്കെയാണ്. പക്ഷെ അതിനേക്കാളും റേറ്റ് കുറവിന് നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പം അവിടെ നിന്ന് തന്നെ റോസ് മേടിക്കും. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ട പൂവായിരുന്നു ആ ഒരു വയലറ്റ് കളർ. അതിൻ്റെ പേര് നമുക്ക് 2 പേർക്കും അറിയില്ല, പക്ഷെ അതിൻ്റെ ഭംഗി കാരണം മേടിച്ചതാണ്. അതും മേടിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയപ്പോൾ ഒരുപാട് മനോഹരമായ പൂക്കൾ കാണാൻ പറ്റി, ഇതുവരെ കാണാത്ത പൂക്കളും കാണാൻ പറ്റി. ഇതെല്ലാം ബൊക്കേക്കും അല്ലാണ്ട് ഹാരത്തിലൊക്കെ ഉപയോഗിക്കുന്ന പൂവാണ്. എനിക്ക് ഈ മഞ്ഞ കളർ ജമന്തി കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു ബഞ്ച് മേടിച്ചായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതിന് ഒരു ബഞ്ചിന് 60 രൂപ മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെയും മിലിയെയും ഒരുപാട് രീതിയിൽ ആകർഷിച്ച ഒരേ ഒരു ഫ്ലവർ ഇതാണ്. നമ്മൾ കണ്ടപ്പോൾ തൊട്ട് നമുക്ക് 2 പേർക്കും കണ്ണെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനും മിലിയും വിചാരിച്ച് എന്തായാലും ഈ പൂ മേടിച്ചിട്ട് തന്നെ കാര്യം എന്ന്. പക്ഷെ അതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് നമുക്കതിൻ്റെ അടുത്തോട്ടേ അടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ബഞ്ചിന് തന്നെ 1000 രൂപയാണ്. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് നടക്കുമായിരുന്നു. അടുത്ത സൺഫ്ലവർ എല്ലാം കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ മിലിയാണെങ്കിൽ അവിടുത്തെ കടക്കാരനായിട്ട് വലിയൊരു ഡിസ്കഷനിലായിരുന്നു. അതെന്താണെന്ന് നോക്കാം. എന്ത് പറ്റി? ഒരു ബഞ്ചിന് 250. അത്ര വേണ്ടല്ലോ. അത് ശരി, നീ അവിടെ ഇതാക്ക്, കവറിലിടുന്ന നീങ്ങുന്നില്ല. ഒരു ബഞ്ച് റോസ് മേടിക്കാൻ വന്നിട്ട് ഒരു കവർ നിറച്ചും ജസ്റ്റ് ഭയങ്കര വലിയ കവറ്. അതിങ്ങനെ ഇടുന്നതായിരിക്കും ബെറ്റർ. മിലി വീണ്ടും യൂക്കാലിപ്റ്റസ് തേടിയാണ് യാത്ര. എന്താണ് യൂക്കാലിപ്റ്റസിന്റെ സ്പെഷ്യാലിറ്റി മിലി? അത് ഷവറിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നുമില്ല, ഭംഗി മാത്രമേ ഉള്ളൂ. മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ആസ് എ ബോട്ടണിസ്റ്റ് എന്താണ് പറയാനുള്ളത് ചെടികളെ പറ്റി? എനിക്കറിയില്ല. വീണ്ടും നമ്മൾ വെള്ളപ്പൂവിൻ്റെ വിലയും ചോദിച്ചാണ് ഇറങ്ങിയത്. സിംഗിൾ ഫ്ലവറായിട്ടെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു. പക്ഷെ ഒരിടത്തും അവർ തരുന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ ഫുൾ ബക്കറ്റോടെ മേടിക്കണം,
1000 രൂപയാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു നോക്കി, ചേട്ടാ ഒരു ഫ്ലവർ നമുക്കൊരു ഫോട്ടോ എങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളവരോട് ചോദിച്ചത്. അപ്പം മിലിക്ക് വാശി, അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു പൂവെങ്കിലും ഞാൻ ഒപ്പിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലെന്ന് മിലി എന്തായാലും ഉറപ്പിച്ചു. അങ്ങനെ ഫൈനലി മിലി ഒരു പൂ ഒപ്പിച്ചു. ആ ചേട്ടൻ 10 രൂപയ്ക്കുമായിട്ട് നമുക്കൊരു പൂ തന്നു. അങ്ങനെ ആ പൂവും കൊണ്ട് നിൽക്കുന്ന മിലിയാണ് നമ്മൾ കാണുന്നത്. ഒരു സ്നേഹപൂർവ്വമുള്ള എന്താ പറയുന്നത്, ക്രൈസാന്തിമം. ഓക്കെ, പക്ഷെ ഒരു സ്നേഹമുള്ളൊരു ചേട്ടൻ നമുക്ക് ഒറ്റ ഫ്ലവർ, ഒരു ഫ്ലവറായിട്ട് തന്നു. എല്ലാരും പറഞ്ഞു 1 കിലോ മാത്രമേ തരത്തുള്ളൂ എന്ന്. പക്ഷെ ആ ചേട്ടൻ ഒരു പൂ തന്നു. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം കണ്ട് മുന്നോട്ട് നടക്കുമായിരുന്നു. ഈ നടക്കുന്ന വഴിയിൽ ബസ്സും ലോറിയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ നമ്മളെയും കൂടെ കൊണ്ടുപോകും. അത്രയ്ക്ക് ചെറിയ വഴിയാണെങ്കിലും ഫുൾ വലിയ വലിയ ബസ്സുകളാണ് പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. മുന്നോട്ട് പോയപ്പോൾ വീണ്ടും വെള്ളപ്പൂ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വീണ്ടും വേണം തോന്നി. അങ്ങനെ മിലി പോയിട്ട് ആ ചേട്ടനോട് ഒരു പൂ തരുമോ എന്ന് ചോദിച്ചു. ആക്ച്വലി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. നല്ല മനസ്സുള്ള ചേട്ടനായിരുന്നു. അങ്ങനെ വീണ്ടും ചിരിച്ചു കാണിച്ച് പൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. വേറൊരു ആന്റി വന്നിട്ട് ചോദിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല, അവരൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ കൊടുത്തല്ലേ. പക്ഷെ പാവം കേട്ടോ. വാടിപ്പോവില്ലേ എന്തായാലും ഇവിടെ നിന്ന് അങ്ങാരെ വരുമ്പോൾ വാടിപ്പോവില്ലേ? ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്ന് പൂ എടുത്താലോ ഇവിടുത്തെ അതുവരെ വരുമ്പോൾ വാടിപ്പോവില്ല. അറിയില്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. ഈ പൂവിൻ്റെ പേരാണ് ക്രൈസാന്തിമം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൂ ഒരു ബക്കറ്റിനകത്ത് ബഞ്ചായിട്ട് വെച്ചതാണ്, കിലോ കണക്കിന് കൊടുക്കുന്നതാണ്. ആദ്യം ഞങ്ങളൊരു അവരോട് ചോദിച്ചു, ചേട്ടാ ഒരു പൂ തരുമോ? തരില്ല. കയ്യിൽ പിടിക്കാൻ തരുമോ? തരത്തില്ല. ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു പൂ തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പൂ തന്നു. നമ്മൾ 10 രൂപ പേ ചെയ്യും. വേറൊരു ഒരേ കൂടെ നമ്മള് വലിയ ഇച്ചിരി ചെറുതാണ്. ഇത് ഓക്കെ. ഇത് മേടിച്ചപ്പോൾ ആ ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നു. എന്റെ ചിരിയിൽ എല്ലാവരും വീഴും. നമ്മൾ ഇത്രയും നേരം ഇത്രയും പൂ മേടിച്ചു, പക്ഷെ നമുക്ക് ഹായ് ബോലോ. ഓക്കെ. മിലി but it's good. ഞങ്ങളിപ്പോൾ പൂ മേടിച്ച ചേട്ടൻ ഞങ്ങൾ വിളിച്ചു, 450+ ആണോ പറഞ്ഞാൽ? അതെ, എന്നത് 17 Pro Max ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്തു തരാം. ഇതുപോലെ ചമ്മുന്നൊരവസ്ഥ. അങ്ങനെ നമ്മൾ പൂവെല്ലാം മേടിച്ചിട്ട് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം വെയിലൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ റോസാപ്പൂവ് മേടിച്ചിട്ടില്ല. അപ്പോൾ വെയിലിന് മുമ്പ് റോസാപ്പൂവ് മേടിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു എനിക്കും മിലിയും. എന്തായാലും കഷ്ടപ്പെട്ടാണ് ആ വെള്ളപ്പൂ മേടിച്ചത്. എങ്കിൽ പിന്നെ രണ്ടുപേരും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് രണ്ടുപേർക്കും ആ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ റോസാപ്പൂവിൻ്റെ ഒരു ബഞ്ചിന് 150 റുപ്പീസാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നപ്പോൾ അത് 80 രൂപയായി. അത്രയും കുറഞ്ഞു. അങ്ങനെ നമ്മൾ റോസാപ്പൂ മേടിച്ചുകൊണ്ട് പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് നമുക്കൊന്ന് ഹാരമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയത്. അങ്ങോട്ട് പോയപ്പോഴേക്ക് തിരക്ക് കാരണം ഒന്നും നോക്കാൻ പറ്റിയില്ല. അവസാനം ഒരു മുഴമുല്ലപ്പൂവും കൂടെ മേടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഉമേഷ് റിഫ്രഷ്മെൻറ്റിലോട്ട്. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു സൂൺ.